സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ചിക്കൻ ബാസ്ക്കറ്റ് എന്നൊക്കെ നമുക്ക് പേരിടാം. കാരണം ഒരു ബാസ്ക്കറ്റിനകത്ത് ഇരിക്കുന്ന പോലെയാണ് ഇത് ഇരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന നഗറ്റ്സാണ്. നഗറ്റ്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ചിക്കന് കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. മട്ടനോ ബീഫോ ഇനി എഗ്ഗായാലും യൂസ് ചെയ്യാൻ കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് എടുക്കാവുന്നതാണ്. ഞാൻ നഗറ്റ്സ് ആകുമ്പോൾ ഈസി ആണല്ലോ, അതുകൊണ്ടാണ് നഗറ്റ്സ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി മസാലകളെല്ലാം ചേർത്ത് അങ്ങനെ ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഒരുപാട് മസാല ഒന്നും ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ക്രഷ്ഡ് ചില്ലി മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ നഗറ്റ്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത ശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ആ സെയിം പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മൈദയുടെ പൊടി ഇട്ട് കൊടുത്തിട്ട് പാലും കൂടി ഒഴിച്ച് ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഈ സമയം ഗാർലിക്ക് ചേർക്കണമെങ്കിൽ ഗാർലിക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഗാർലിക്ക് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ മൈദ പാലിലേക്കൊന്ന് കലക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കാമെങ്കിൽ എളുപ്പമാണ് കേട്ടോ നമുക്കിതുപോലെ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും മൈദയൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒരുമാതിരി ഒന്ന് കുറി വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ചിക്കനും സവാള എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒർഗാനോയുടെ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെപ്പർ വേണമെങ്കിൽ പെപ്പറും ചേർത്ത് കൊടുക്കാവേ. ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തു. ഒരു 1.25 കപ്പോളം ഞാൻ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു മുട്ട മുഴുവനോടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പം മിക്സ് ചെയ്ത് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിനി സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വലിപ്പം കേട്ടോ. ചെറുത് വേണമെങ്കിൽ ചെറുത് ഉണ്ടാക്കാം. ഞാൻ ഇത് ഒരുമാതിരി വലിപ്പത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി മൈദ കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ പേസ്ട്രി ഷീറ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. പേസ്ട്രി ഷീറ്റിൽ ഇതേ രീതി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഓരോന്നായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ സ്പൂൺ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചീസ് നിങ്ങളുടെ അടുത്തില്ല, ചീസ് ഇഷ്ടമില്ല എങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ചിക്കനകത്ത് നന്നായിട്ട് വൈറ്റ് സോസിൽ കോട്ട് ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. ഈ ചീസില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കഴിക്കാൻ ഇച്ചിരി ടേസ്റ്റ് വരും, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെച്ചാലും മതി. ഇതൊന്നും അല്ലെങ്കിൽ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് നിരത്തി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഈ ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നവരെ വരെ വെയിറ്റ് ചെയ്യാം. മൂടി വെച്ച് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വരെ ഞാൻ വെച്ച് കേട്ടോ. അന്നേരത്തേക്ക് ചീസെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നു. അപ്പോൾ ഒത്തിരി തീയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടി അങ്ങോട്ട് ഹാർഡായി പോകും കേട്ടോ. അപ്പം ചെറു തീയിൽ വെച്ച് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ചിക്കൻ്റെ സ്ഥാനത്ത് വെജിറ്റബിൾ ഉണ്ടാക്കാൻ ചിക്കൻ്റെ കൂടെ കോണും ക്യാപ്സിക്കവും ഇതെല്ലാം ഇട്ട് അങ്ങനെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണേ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ചിക്കൻ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മസാലകളിൽ മാറ്റം വരുത്താം. ചിലർക്ക് മുളക് പൊടിയൊക്കെ ഇടുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കൂടി ഇട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്.